വഞ്ചിപ്പാട്ടും സ്തുതിഗീതങ്ങളുമായി പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുവാറന്മുളയപ്പനുള്ള ഓണക്കാഴ്ചകളുമായി തിരുവോണത്തോണി എത്തിയത്. ഓണദിനത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ശ്രീരാജ് ചേരുന്നുണ്ട്. ശ്രീരാജ്, അങ്ങനെ ഓണത്തോണി വന്നിരിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ? അഞ്ജലി, അല്പസമയം മുൻപാണ് തിരുവോണത്തോണി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര കടവിലേക്ക് എത്തിയത്. ആറന്മുള ഭക്തരെ സംബന്ധിച്ച് അവരുടെ ഓണ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ തിരുവോണ ദിവസം. അത് കേവലം തിരുവോണ ദിവസം ആയതുകൊണ്ട് മാത്രമല്ല, ഈ തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിൽ എത്തുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവരുടെ ഓണ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന്. എന്തായാലും അല്പസമയം മുൻപ് തിരുവോണത്തോണി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കടവിൽ എത്തി. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ ഈ ആറന്മുള ക്ഷേത്രത്തിൽ ഈ തിരുവോണത്തോണി എത്തുന്നത് കാണാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. 52 കരകളുടെ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവോണത്തോണി ഇവിടേക്ക് എത്തിയത്. കാട്ടൂർ ഇല്ലത്ത് നിന്നും ആരംഭിച്ച തിരുവോണത്തോണിയുടെ യാത്രയാണ് ഇവിടെ എത്തിയത്. ഈ തിരുവോണത്തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങളാണ് തിരുവോണ ദിവസം ഇവിടെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ സദ്യക്കായി ഉപയോഗിക്കുക. തിരുവാറന്മുള അപ്പന് സമർപ്പിക്കാനെന്ന നിലയ്ക്കാണ് നിലവിൽ ഈ തിരുവോണ സദ്യക്കുള്ള സാധനങ്ങൾ ഇവിടേക്ക് ഈ തിരുവോണത്തോണിയിൽ എത്തുക. എന്തായാലും ആറന്മുളക്കാരെ സംബന്ധിച്ച്, ആറന്മുളയിലെ ഭക്തരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നും. അതുപോലെ ഈ തിരുവോണത്തോണിയും. എന്തായാലും നിരവധി ഭക്തർ ഈ ദിവസം ഈ പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസം ഇങ്ങനെയാണ്. നിരവധി ആളുകൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ തിരുവോണത്തോണിയിൽ നിന്നും ഓരോ വിഭവങ്ങളും ക്ഷേത്രത്തിലേക്ക്, ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക്, ഈ ഭക്തർ ഇവിടേക്ക് എത്തിയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ കടവിൽ നിന്നും കടവിലേക്ക് എത്തിയ, കഴിഞ്ഞ ദിവസം കട്ടൂരിൽ നിന്നും ആരംഭിച്ച തിരുവോണത്തോണിയുടെ യാത്ര അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. ആ തിരുവോണത്തോണിയിൽ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുവിധം എല്ലാ സദ്യ വിഭവങ്ങളും തിരുവോണത്തോണിയിൽ നിന്നും ഈ ആറന്മുള ക്ഷേത്രത്തിലേക്ക് മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസവും ഈ ആറന്മുളക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 30-ാം തീയതി നടക്കാനിരിക്കുന്ന ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ടും ഇതേ വിശ്വാസം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടും ഉള്ളത്. നേരത്തെ മറ്റുള്ള വള്ളംകളികൾ പോലെയല്ല, വിശ്വാസവുമായി ഏറെ ബന്ധമുള്ള ഒരു വള്ളംകളി തന്നെയാണ് ആറന്മുളയിലെയും വള്ളംകളി. അതും ഈ തിരുവോണത്തോണിയുമായി എല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശ്വാസമാണ്. ഏറെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വിശ്വാസം ഇങ്ങനെയാണ്. ഒരു ശ്രീരാജ്, അങ്ങനെ ആറന്മുള മണ്ണിപ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ ഒരു നിമിഷത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. തിരുവോണത്തോണിയിൽ സദ്യ എത്തിയിരിക്കുകയാണ്. ശ്രീരാജ്, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി തുടർന്നുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട പൂജകളൊക്കെ എങ്ങനെയാണ്? അത്തരത്തിൽ സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചു. മുമ്പോട്ട് മാറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ
എന്തായാലും തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് തിരുവോണത്തോണി എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ ആവേശമാണ്, വലിയ സന്തോഷത്തിലാണ്, ഭക്തിസാന്ദ്രമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ആറന്മുള മണ്ണുള്ളത്. രജനി, അപ്പോൾ എങ്ങനെയാണ് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണാഘോഷത്തിന്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു, ഓണസദ്യയൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി അപ്പോൾ ഉള്ള പൂജകൾ, അവിടുത്തെ മറ്റ് ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? അഞ്ജലി, അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആറന്മുള ഭക്തരെ സംബന്ധിച്ച്, ആറന്മുളക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന് തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവോണ ദിവസം ആയതുകൊണ്ട് മാത്രമല്ല, ഈ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ തിരുവോണത്തോണി ഇവിടേക്ക് എത്തുന്ന ദിവസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരുടെ വിശ്വാസവും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഓണ ദിവസം തിരുവോണസദ്യക്കുള്ള വിഭവങ്ങളുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് തിരുവോണത്തോണി എത്തിയിരിക്കുകയാണ്.